നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ ലോക്സഭാ മണ്ഡലം വിധിയെഴുത്തിന് പ്രമുഖരെത്തി. പിണറായി RC അമല BUP സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തി. 161 നമ്പർ ബൂത്തിൽ രാവിലെ തന്നെ എത്തി പിണറായി വിജയൻ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു. ഘട്ടം വരുമ്പോൾ പലപ്പോഴും തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ പലരും അഴിച്ചുവിടാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ജനങ്ങൾ ഇതിനെ കാണുകയുള്ളൂ. VP ജയരാജൻ CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും അതോടൊപ്പം ഇവിടെ LDF കൺവീനറുമാണ്. പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെയും പോലെ വലിയ തോതിലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ കടന്നു വന്നതാണ്. അത് ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ആവേശമുണർത്തുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഈ ആക്രമണം CPIM-നെതിരെയും LDF-നെതിരെയും ഉന്നം വെച്ചുകൊണ്ടുള്ള ഒന്നാണ് എന്ന് നാം കാണണം. അത്തരം ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിന് പിറകിലാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇത്തരം ആരോപണങ്ങൾ പ്രചരണങ്ങൾ നടത്തുന്നതിന് പിറകിൽ. ഇന്നിപ്പോൾ K. സുരേന്ദ്രനും ഇത് ആവർത്തിച്ചിട്ടുണ്ട്, BJP അറിഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു. K. സുരേന്ദ്രൻ സ്വാഭാവികമായിട്ടും ഈ പ്രചരണത്തിൻ്റെ വക്താവായിട്ട് മാറുമല്ലോ. K. സുധാകരനും K. സുരേന്ദ്രനുമൊക്കെ ഒരേ രീതിയിലാണല്ലോ എല്ലാ കാലത്തും പ്രചരണങ്ങൾ നടത്താറുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള പുതുമയും ഇല്ല എന്നുള്ളതാണ് നാം കാണേണ്ടത്. എല്ലാ കാലത്തും ഈ രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ കേരളത്തിലെ UDF-ൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും BJP-യുടെയും നേതൃനിര ഒരേ മനസ്സോടെ അണിനിരന്നിട്ടുണ്ട് എന്നത് നമുക്കെല്ലാം അനുഭവത്തിലുള്ള കാര്യമാണ്. കാണാമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തന്നെ ഒരു സീറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, എവിടെയും രണ്ടാം സ്ഥാനത്തും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെ. അത് പറഞ്ഞില്ല എന്ന് മാത്രം. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടോ ഗൂഢാലോചന, ഈ വോട്ടെടുപ്പിന്റെ അവസാന നിമിഷത്തിൽ ഒരു ഗൂഢാലോചന, ഇത് ശക്തമായ ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയിൽ പ്രത്യേകമായ ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതാണ്. അതുതന്നെയാണത് വസ്തുത. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെന്തൊരു മാധ്യമപ്രവർത്തകനാണ്? നിങ്ങൾക്ക് അതുപോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ. അതല്ലേ പ്രധാനമായിട്ടും നോക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നിട്ട് അതേപോലെ ചോദിക്കാൻ നിൽക്കലാണോ നിങ്ങൾ വേണ്ടത്? നിങ്ങളൊരു സ്വയബുദ്ധി ചെലവഴിക്കണ്ടേ? നിങ്ങളെ സ്വയബുദ്ധി ചെലവഴിച്ചാൽ ഇത് കേരള സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ്, രാജ്യത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ളത്. ഇതൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കി നമുക്ക് പിന്നീട്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.